ഇന്നല്ല നാളെയാണ് ആ ദിവസം. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് നമുക്ക് ട്വിസ്റ്റ് വന്നത്. ട്വിസ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞച്ചി എറണാകുളത്തിന് പോയിരുന്നു. കുഞ്ഞച്ചി എറണാകുളത്തും തിരിച്ച് നാളെ രാവിലെ വെളുപ്പിന് ഇവിടെ എത്തും. കുഞ്ഞച്ചി അടിയിലും ഡൂഡും കൂടെ. അപ്പൊ എത്തുന്നത് വെറുതെ അല്ല, നമ്മുടെ മോളിക്കൂട്ടൻ അമ്മയായിട്ടുള്ള 1000 ദിവസമാണ്. അതായത് നമ്മുടെ കുഞ്ഞച്ചി ഉണ്ടായിട്ട് മമ്മീന്റെ ഡെലിവറി ആനിവേഴ്സറി നമ്മുടെ കുഞ്ഞച്ചി ഉണ്ടായിട്ട് ഇന്ന് കുറച്ച് വർഷമായി. അപ്പൊ കുഞ്ഞേച്ചിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ കുഞ്ഞേച്ചി വരുമ്പത്തേക്ക് സർപ്രൈസ് ആക്കണം കേട്ടോ. കാരണം എപ്പോഴും കുഞ്ഞേച്ചി പറയും കുഞ്ഞേച്ചിന്റെ പിറന്നാൾ ഇവിടെ കൊറേ ആയിട്ട് ആഘോഷിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും അന്നും ഇങ്ങൊക്കെ അല്ലേ എറണാകുളത്തായിരിക്കും. അത് നമ്മൾ അങ്ങനെ ആഘോഷിക്കാറൊന്നും ഇല്ല. അപ്പൊ നമ്മള് കുഞ്ഞച്ചി ഇത്തവണ വരുന്നതുകൊണ്ട് നാളെ വരുന്ന കുഞ്ഞച്ചി ബർത്ത്ഡേ ദിവസം തന്നെ വരുന്നത്. അപ്പൊ കുഞ്ഞച്ചിക്ക് സർപ്രൈസ് ആയിട്ട് നമ്മള് ഇതിന് കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പൊ പോയിട്ട് അവര് വരുന്നുണ്ടെന്ന കാര്യം നമ്മൾ ഇപ്പോഴാണ് പറഞ്ഞത്. ഇപ്പൊ വിളിച്ചു പറഞ്ഞ ബസ് കയറി പറഞ്ഞിട്ട് രാത്രി 10 മണിയായ സമയം നമുക്ക് ടൗണിൽ പോയിട്ട് കേക്ക് വാങ്ങണം. ആദ്യം കേക്ക് വാങ്ങാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾ ആദ്യം പോയി ഓടിപ്പോയിട്ട് കേക്ക് വാങ്ങിട്ട് വരാം. എന്നിട്ട് ഇപ്പൊ എന്താന്നറിയാ കട വേഗം പോയാലേ കട അടച്ച് പെട്ടെന്ന് 5 മിനിറ്റ് ടൗണിൽ എത്തിയാലേ കിട്ടുള്ളൂ പറഞ്ഞിട്ട് വിളിച്ചു നോക്കിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം പോയിട്ട് അവളെ കേക്ക് വാങ്ങിട്ട് സെറ്റ് ആക്കിയിട്ട് വരാം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി ഇട്ടോ. ടൈം പോയി. കറണ്ട് പോകാതെ മമ്മി എങ്ങനെ നോക്കുന്നേ? കറണ്ട് നോക്കിയോ? മമ്മി പുറത്താട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വേഗം കേക്ക് വാങ്ങിട്ട് വരാം കൂട്ടുകാരെ. വേഗം പോവാണ്. 5 മിനിറ്റ് കൊണ്ട് എത്തണം എന്ന് പറഞ്ഞ ഒരു കട അടച്ചിരിക്കുകയാണ് കേട്ടോ. കട അടച്ചു മാറാണ്ട് നേരെ പോകുവാട്ടോ. ഞാനാണെ കുടിച്ചിട്ടാണ് ഡ്രസ് ഒന്നും മാറിയിട്ടില്ല. നീ വണ്ടി ഇരുന്നാ മതി. ഞാനാണ് ഇപ്പൊ ഒന്ന് പുറത്തു പോയി അന്നേന്റെ ഡ്രസ് മാറാണ്ടിരിക്കായിരുന്നു കേട്ടോ. പറപ്പിച്ചു വിടുവാപ്പാ. കട അടച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ വിളിച്ചു നോക്കിയപ്പോ അവര് പെട്ടെന്ന് പോരെ തരാന്ന് പറഞ്ഞിട്ടോ. അപ്പൊ നമ്മള് പെട്ടെന്ന് പോയില്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലേ. ആണ്ടത് നമ്മളിവിടെ എത്തിയിട്ട് ആ ചേട്ടന്മാര് കടയൊക്കെ അടച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. നമ്മളെ കട അടച്ച് മലബാർ ബേക്സ് എന്ന് പറഞ്ഞ കടയാട്ടോ. ഇവിടെ നേരത്തെ കുഞ്ഞിപ്പെണ്ണിന്റെ കേക്കൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവരെന്താ നമ്മളെ സ്ഥലത്തെത്തി. അവൻ ചേട്ടന്മാര് കേക്ക് വാങ്ങിട്ട് വരാട്ടോ. മൊത്തം ഇരുട്ടായിട്ടോ. ഇരുട്ടായി. അപ്പൊ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ കേക്ക് അങ്ങനെ കിട്ടി കൂട്ടുകാരെ. അവര് കട അടച്ച് പോയായിരുന്നു കേട്ടോ. നമ്മള് വെയിറ്റ് ചെയ്ത് അവര് പുറത്തിരിക്കുന്നു. നമ്മള് വിളിച്ച് ചോദിച്ചാൽ അവര് പറഞ്ഞു കട പൂട്ടി, പക്ഷെ വന്ന് തരാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് സെറ്റായി. നല്ല കിട്ടുന്ന കേക്കാണ് കേട്ടോ. അപ്പൊ രാവിലെ സുസി വരുമ്പോ തന്നെ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞേച്ചിയും അളിയനും ഡൂഡും കൂടെ എത്തും. ഇവിടെ ബസ് ഇറങ്ങും നമ്മുടെ വീട് മുന്നിൽ തന്നെ. അവര് കേറി വരുന്നു, നമ്മള് കേക്ക് മുറിക്കുന്നു, കേക്ക് കത്തിച്ച് കാണിക്കുന്നു, കത്തിച്ചിട്ട് മുറിക്കണം അല്ലെ. അങ്ങനെ കൂട്ടുകാരെ നമ്മള് കേക്കൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ച് എല്ലാം സെറ്റ് ആക്കിയതാണ്. കുഞ്ഞച്ചി രാവിലെ വരുമ്പോഴേക്ക് തരികയാണ് ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ കുഞ്ഞിപ്പന്റെ ബർത്ത്ഡേക്ക് സെറ്റ് ആക്കിയ സാധനം തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ രാത്രി ആണ സമയം 1:15 1:15 നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് 1:15 സമയം. അപ്പൊ വേണ്ടേ കണ്ടോ ബർത്ത്ഡേ തോരണങ്ങൾ നമ്മുടെ കുഞ്ഞിപ്പന്റെ പിറന്നാളിന് കിട്ടിയ അതേ സാധനം തന്നെയാണ് കേട്ടോ. അപ്പൊ അവരോടൊന്ന് ബസ് കയറി അവര് ഏകദേശം ഒരു 6 മണിയൊക്കെ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തും കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കണം. നമുക്ക് വാതിൽ തുറക്കണം, കേക്ക് കാണിക്കണം, ഹാപ്പി ബർത്ത്ഡേ പാടണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എടാ പറഞ്ഞിപ്പോ അവരെവിടെ എത്തും കേട്ടോ. ഒന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? രാവിലെ എണീക്കണ്ടിയാ. അപ്പൊ ഒരു ബസ് കയറിട്ട് കൂട്ടുകാരെ 1:15 രാവിലെ 6 മണിയാകുമ്പോഴേക്കും അവരോട് എത്തും. നമുക്ക് 5:45 എണീച്ചിട്ട് സെറ്റ് ആണ് കേട്ടോ. അപ്പൊ അത്രയുള്ളൂ. ഉറങ്ങട്ടെ. ടാറ്റാ, ഗുഡ് നൈറ്റ്. അപ്പൊ കൂട്ടുകാരെ രാവിലെ എണീച്ചു. 5:45 സമയം. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ എടുത്തു കേട്ടോ. ഒരു 10-15 മിനിറ്റ് സമയം. എല്ലാവരും എണീച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ കേക്കൊക്കെ സെറ്റാക്കി വെക്കാം കേട്ടോ. കേക്കും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. അവർ വരുമ്പോഴേക്കും നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അപ്പൊ പൊന്നു എണീച്ച് വന്നിട്ടുണ്ട്. പൊന്നു 6 മണി കണ്ടിട്ട് ഞെട്ടിയിരിക്കും കേട്ടോ. രാവിലത്തെ 6 മണി. ഞാൻ കൊറേ നാളെ ഇത്രയായിട്ട് കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടരുത്. നമ്മള് സർപ്രൈസ് നമ്മൾ ഉറങ്ങി കിടക്കുമെന്ന് വിചാരിച്ചിട്ട് അവര് വന്ന് വാതിലെ മുട്ടുമ്പോ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ പറയണം. എല്ലാരും അകത്ത് നിന്നിട്ട് അല്ലടാ അവര് ഇവിടെ വന്ന് മുട്ടുമ്പോ നമ്മൾ പെട്ടെന്ന് ലൈറ്റ് ഇടുന്നു. എല്ലാരും കൂടെ ഹാപ്പി ബർത്ത്ഡേ പറയണം. അങ്ങനെയാക്കല്ലേ. കേക്ക് എടുത്ത് നോക്കാം. എത്രയായി? ഇവള് മടി പിടിച്ചിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ എണീച്ചിട്ട് ഉറക്കം തോന്നിയിരിക്കുന്ന കേട്ടോ. 6 മണിക്ക് എണീച്ചിട്ട് അപ്പൊ അകത്ത് കയറി ഇരിക്കണം. നമ്മ സർപ്രൈസ് അങ്ങനെയല്ല.
സർപ്രൈസ് അങ്ങനെയല്ല. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഉറങ്ങുവാണെങ്കിലുള്ള രീതിയിലിരിക്കണം. ഇത് ഉത്സവപ്പറമ്പിൽ ലൈറ്റ് ഇട്ട് വെച്ചാൽ എല്ലാരും ഇട്ടിട്ട് എന്തൊരു സർപ്രൈസ്. ഞാനൊക്കെ എണീറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ കുഞ്ഞേച്ചിക്കറിയാം ഇത് സർപ്രൈസ് അല്ലാന്ന്. അപ്പൊ നമ്മുടെ സുസിന്റെ ബർത്ത്ഡേ കേക്ക് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ. കുറെ മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ സുസി വരുമ്പോഴേക്കും അത് കത്തിക്കണം, സെറ്റ് ആക്കണം. കണ്ടോ, ബസ്സും കാത്തു നിൽക്കുന്ന കേട്ടോ കുഞ്ഞോടെ. പപ്പ പത്രം വായിച്ചുകൊണ്ട് നിൽക്കുക. ആ കേക്ക് ഇവിടെ ഇങ്ങനെ വെയിറ്റ് നിൽക്കുക. കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഒരു അരമണിക്കൂറായി. നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇതൊട്ട് എത്തിയിട്ടില്ല കേട്ടോ. ബസ് വരുമ്പോ നോക്കിക്കുന്നയാ. അതായത് ഇരുളെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലം കേട്ടോ. അവിടെ എത്തി നമുക്ക് മെല്ലെ കാണിച്ചു കേട്ടോ. ഞാന് ഇവിടെ ബസ് ഇവിടെ നിർത്തി. ആ ബസ് ഇവിടെ നിർത്തിയിട്ട് സാധനമൊക്കെ എടുക്കുന്നുണ്ട്. ഡിക്കിന്ന് ലഗേജ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കത്തിച്ചോടാ, കുഴപ്പമില്ല. അടിയൻ വിളിക്കുന്നുണ്ട് എടുക്കണ്ട കേട്ടോ. അയ്യോ കട്ടായോ കുട്ടി, മിണ്ടല്ലേ. റെഡിയല്ലേ എല്ലാവരും? ഓ, ലഗേജ് എടുക്കാൻ ആള് വേണം, കെട്ടിയെടുക്കാൻ ആള് വേണം. ഞാൻ പോയിട്ട് എടുക്കാം. വിളിക്കട്ടെ അല്ലെ ഒറിജിനാലിറ്റി തോന്നുമല്ലോ. ആ മമ്മി നോക്കി കണ്ടു. ഇല്ല എപ്പോഴാണോ വരുന്നത്? Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അളിയെ പെട്ടി വന്ന് പാടുന്നു പറയാ. എന്നെ വിളിക്കുന്നത് സൂസി ഉണ്ടായിരുന്നു. ആ പിന്നെ അയ്യോ അയ്യോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ദൈവമേ.